വിനീതേട്ടൻ ആദ്യമായി സംവിധാനം ചെയ്യുന്ന സിനിമ, ദിലീപേട്ടൻ പുതുമുഖങ്ങളെ വെച്ച് ആദ്യമായി നിർമ്മിക്കുന്ന സിനിമ, അതായിരുന്നു മലർവാടി ആർട്സ് ക്ലബ്. അതിലെ നായകന്മാരിൽ ഒരാളായിട്ടായിരുന്നു ഒരു താടിക്കാരൻ ചെക്കൻ എത്തുന്നത്. മലർവാടി ആർട്സ് ക്ലബും അതിലെ പുതുമുഖങ്ങളെയും മലയാളികൾ ഏറ്റെടുത്തു. പിന്നെയും ആ താടിക്കാരൻ ചെറുക്കൻ പല സിനിമകളിൽ വന്നുപോയി. പക്ഷെ 2012 കേരളക്കര ഒന്നാകെ ഒരു സിനിമയെ കുറിച്ച് മാത്രം സംസാരിച്ചു. ഉമ്മച്ചുകുട്ടിയെ പ്രണയിച്ച നായർ സെക്കൻഡ് കഥ പറഞ്ഞ തട്ടത്തിൻ മറയത്ത്. അതിൽ പിന്നെ മലയാളിക്ക് ആ താടിക്കാരൻ നിവിൻ പോളിയാണ്. 3 വർഷങ്ങൾക്കിപ്പുറം മറ്റ് ഇൻഡസ്ട്രികൾ പോലും സംസാര വിഷയമാക്കിയ പ്രേമം റിലീസായി. ബ്ലാക്ക് ഷർട്ടും വൈറ്റ് മുണ്ടും താടിയും ട്രെൻഡിംഗ് ലിസ്റ്റിൽ കയറ്റി നിവിൻ ഒരിക്കൽ കൂടി തന്റെ സ്ഥാനം ഉറപ്പിച്ചു. വടക്കൻ സെൽഫിയും ഓം ശാന്തി ഓഷാനായും ജേക്കബിന്റെ സ്വർഗരാജുവും നേരവും ബാംഗ്ലൂർ ഡേയ്സും 1983 ആക്ഷൻ ഹീറോ ബിജുവും അങ്ങനെ തുടർച്ചയായി നിവിൻ പോളി ഹിറ്റ് അടിച്ചുകൊണ്ടിരുന്ന സമയം. 2019 ലവ് ആക്ഷൻ ഡ്രാമ കണ്ട് ചിരിപ്പിച്ചതും അതേ വർഷം മൂത്തോണിലൂടെ അതിശയിപ്പിക്കുകയും ചെയ്ത നടൻ. ഇന്ന് മലയാളികൾ ഒറ്റ മൈൻഡിൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ബോളിവുഡ് ഇൻഡസ്ട്രിയിലെ അടുത്ത നിവിൻ പോളി ഹിറ്റിനായിട്ടാണ്. പണ്ട് തട്ടത്തിൻമറയത്ത് ഓം ശാന്തി ഓഷാനയും ഒക്കെ കണ്ട് ഫാൻസായി മാറിയ മലയാളികൾക്ക് വർഷങ്ങൾക്കിപ്പുറവും ആ സിനിമകളും ആ നടനെയും അത്രമേൽ ഇഷ്ടമാണ്. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ പ്രേമൻ ലുക്കിൽ നിവിൻ ഇട്ട ആ ഒരൊറ്റ പോസ്റ്റിന്റെ കമന്റ് ബോക്സ് നോക്കിയാൽ മതി നിവിന്റെ അടുത്ത ഹിറ്റ് ഫിലിമിന് വേണ്ടി മലയാളികളുടെ കട്ട വെയിറ്റിംഗ് അറിയാം.